സിനിമ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഫാമിലി മൂവിയാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു ഫാമിലീസിലേക്ക് എത്തുന്ന സിനിമയാണ്. നല്ലൊരു ചാൻസ് കിട്ടുക, ലൈക്ക് ഒരു ബ്രദേഴ്സ്, ലൈക്ക് ഞാനും പോത്തേട്ടനും ദിലീഷേട്ടനും അല്ല ഷാജൻ ചേട്ടനും ബ്രദേഴ്സെ അഭിനയിക്കുക, കുട്ടിയേട്ടൻ അച്ഛനെ അഭിനയിക്കുക. അത് ഭയങ്കര ഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റ് സംബന്ധിച്ചുള്ള. എനിക്ക് എല്ലാവരോടും അഭിനയിക്കണം, എൻ്റെ ആഗ്രഹം അതാണ്. എല്ലാ ആൾക്കാരോടും അഭിനയിക്കണം. കാരണം നമുക്ക് ഓരോ ആൾക്കാരും ഓരോ ടൈപ്പ് അല്ലേ സിനിമ ചെയ്യുന്നത്. മലയാളത്തിൽ ഇപ്പോൾ 2 മൂവീസ് റിലീസ് ആവുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രതീക്ഷിച്ച മൂവി എറിക്കുന്ന സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആക്ടർ ശങ്കറുടെ ആർട്ട് സിനിമ. അതിലെൻ്റെ ക്യാരക്ടർ ആർക്ക് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു പ്ലെയിൻ ക്യാരക്ടർ ആർക്കാണ് കമ്പാരിറ്റീവ്ലി. ഈ സിനിമ മൊത്തം പോകുന്ന എന്നിലൂടെ ആണെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടർ കമ്പാരിറ്റീവ്ലി സ്ക്രീൻ ടൈം കുറവാണ്. ഹായ് ഹേമന്തട്ട, എങ്ങനെയാണ് പടം ഇത്ര സക്സസ് ആവും, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു കംബാക്ക് ആണല്ലോ, എങ്ങനെ നോക്കിക്കാണുന്നത് ഈ ഫിലിം? സിനിമ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഫാമിലി മൂവിയാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു ഫാമിലീസിലേക്ക് എത്തുന്ന സിനിമയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഇത്രയും നല്ല ആർട്ടിസ്റ്റോട് അഭിനയിക്കുക, നല്ലൊരു ചാൻസ് കിട്ടുക, ലൈക്ക് ഒരു ബ്രദേഴ്സ്, ലൈക്ക് ഞാനും പോത്തേട്ടനും ദിലീഷേട്ടനും അല്ല ഷാജൻ ചേട്ടനും ബ്രദേഴ്സെ അഭിനയിക്കുക, കുട്ടിയേട്ടൻ അച്ഛനെ അഭിനയിക്കുക. അത് ഭയങ്കര ഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റ് സംബന്ധിച്ചോളം. അപ്പോൾ എനിക്ക് മോർ ദാൻ ഒരു കമ്പാക്കിനേക്കാളും ഒരു ന്യൂ എൻട്രിയാണ് ഞാൻ കാണുന്നത്. ഒരു പുതിയ തുടക്കമായി കാണാൻ ശ്രമിക്കുന്നു. ഇനി നല്ല സിനിമകൾ വരട്ടെ. ഇതിലെ പെർഫോമൻസ് എല്ലാം നല്ല അഭിപ്രായം പറയുന്നതാണ്. ഇത്രയും ഗംഭീര ആർട്ടിസ്റ്റോട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കൂടെ കട്ടക്ക് നിന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് വലിയ അപ്രിസിയേഷനാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പറയുന്നത്, ആരും ഒരു മോശമായി ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നന്നായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ പോസിറ്റീവ് കാണുന്നു. ഇനി നല്ല മൂവീസ് വരട്ടെ, ഹോപ്പ്ഫുള്ളാണ്. ഇപ്പോൾ ജോലി എന്നുള്ള പടം കഴിഞ്ഞ് ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വേറൊരു പടം ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു ഫിസിക് ഭയങ്കര അട്രാക്റ്റീവാണ്. അതായത് ഞാൻ പടം കണ്ടിരുന്നു, ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. അതേ ഒരു ചെറുപ്പം അല്ലെങ്കിൽ അതേ ഒരു രീതിയിൽ ഭയങ്കര ഇഷ്ടം തോന്നി. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? ഇപ്പോൾ ബാക്കി ഇനി വരുന്ന ആൾക്കാർക്ക് ഒരു ടിപ്സ് പോലെ എന്തെങ്കിലും പറയാം? ഇല്ല, ആക്ച്വലി ചട്ടക്കര ഞാൻ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. ചട്ടക്കര എൻ്റെ 4th മൂവിയായിരുന്നു. ഇതെൻ്റെ 35th മൂവിയാണ് ആക്ച്വലി. അപ്പോൾ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ടാണ്. പിന്നെ ഫിറ്റ്നസ്സിനായിട്ട് ഞാൻ ഇടയ്ക്ക് ഭയങ്കര ഫിറ്റ്നസ് പോയിരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒബീസൊക്കെ ആയിരുന്നു. ഞാൻ തീരുമാനം എടുത്താണ് ഫിറ്റായി നിൽക്കണം. കാരണം ആസ് എൻ ആക്ടർ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ആക്ടിങ് ഇമ്പ്രൂവ് ചെയ്യുക, കൂടെ നമ്മൾ ഫിസിക്കൽ ലുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു. നമ്മളെക്കൂടെ പറ്റുന്നതിൽ മാക്സിമം നമ്മൾ ലുക്ക് എൻഹാൻസ് ചെയ്യുക. ആസ് എൻ ആക്ടർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയുള്ളൂ. പിന്നെ ഇതൊക്കെ കുറേ ഭാഗ്യമാണ് ആക്ച്വലി. നമ്മൾ മാക്സിമം ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോവുക. പിന്നെ സിനിമ എന്ന് പറയുന്നൊരു പാഷനാണ്. ആ പാഷനും ആ ഇൻട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഐ തിങ്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടിപ്പൊന്നുമില്ല, നമ്മൾ ആ ഹാർഡ് വർക്കും എഫേർട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. സോ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ആക്ടറിനെ ഒരു കണ്ട് പഠിക്കണം അല്ലെങ്കിൽ ഒരു ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് ഫാസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടറാണ്. കാരണം ഫാസിൽ സാറിൻ്റെ മകനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ഫാസിൽ സാർ. അപ്പോൾ എനിക്ക് പുള്ളിയുടെ ഒരു ട്രാവലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പുള്ളിയും ഇതുപോലെ കുറച്ച് സിനിമകൾ ഡൗൺ ആയി തിരിച്ചു വന്ന ആളാണ്. അപ്പോൾ ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ് ഫാസിൽ. പിന്നെ പൃഥ്വിരാജ് എനിക്ക് ഭയങ്കര ഇൻസ്പയർ തന്നെ. പുള്ളിയും എനിക്കൊന്ന് സീക്വൻസ് ഒക്കെ വരുമ്പോൾ സിമിലാരിറ്റുള്ള വ്യക്തിയാണ്. ഹൈറ്റ് വൈസ് ഒക്കെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പാഷനും ഭയങ്കര ഡ്രൈവിംഗ് ആണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു സിനിമയെ വളരെ പാഷനായിട്ട് കാണുന്ന, ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അയാൾ ഞാൻ തമ്മിൽ സിനിമയിൽ. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് എന്നെ ആസ് എ പേഴ്സൺ എൻ്റെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് മലയാളത്തിൽ ആക്ടേഴ്സിൽ എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആക്ടേഴ്സ്. ഡയറക്ടർ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആരുടെ കൂടെ ഡയറക്റ്റിൽ അഭിനയിക്കണം, അതായത് അങ്ങനെ ഒരു ഫിലിമിൽ ഒരു അംബീഷൻ പോലെ ഉണ്ടോ? എനിക്ക് എല്ലാവരോടും അഭിനയിക്കണം, എൻ്റെ ആഗ്രഹം അതാണ്. എല്ലാ ആൾക്കാരോടും അഭിനയിക്കണം. കാരണം നമുക്ക് ഓരോ ആൾക്കാരും ഓരോ ടൈപ്പ് അല്ലേ സിനിമ ചെയ്യുന്നത്. എനിക്ക് എല്ലാ ഡയറക്ടേഴ്സും കൂടി അഭിനയിക്കണം ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കൊന്ന് നമ്മളുടെ ബെസ്റ്റ് എടുക്കുന്ന ചില ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു ആസ് എൻ ആക്ടർ നമ്മളിലേക്ക് വിട്ടു തരാതെ അവരുടെ പെർസ്പെക്റ്റീവ് നമ്മളൊന്ന് പിടിച്ചു നോക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. അവരെ നമ്മളെ മോൾഡ് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്. അത് ഭയങ്കര, ഞാനിപ്പോൾ ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ മോൾഡ് ചെയ്യാണ്. മീൻസ് എല്ലാ ആൾക്കാരും നല്ലൊരു ആക്ടർ ഉണ്ടാവും, ഒരുവിധം എല്ലാ ആക്ടറും നല്ല ആക്ടർ ഉണ്ടാവും. അപ്പോൾ ആ ആക്ടറിനെ എടുക്കുന്ന ചില ഡയറക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മളെ ഭാഗ്യം. ഇപ്പോൾ ഞാൻ വിക്കിയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. വിക്കിപ്പി അങ്ങനത്തെ ഡയറക്ടറാണ്. അതായത് നമ്മളെ ബെസ്റ്റ് പുള്ളി എടുക്കും നമ്മുടെ അടുത്ത് നിന്ന്. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും വർക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് നല്ല ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിലെ ആ ഒരു എസൻസ് പുറത്തെടുത്ത് ആ ഒരു ക്യാരക്ടറിന് നമ്മളെ ബെസ്റ്റ് വേർഷൻ അവരെടുക്കും. അപ്പോൾ അതാണ് എൻ്റെ ആഗ്രഹം. പടം ഭയങ്കര രസമായിരുന്നു. എനിക്ക് നാച്ചുറലി ഭയങ്കര ആ ഒരു അഭിനയം നാച്ചുറലി തോന്നി, ഒരു ആർട്ടിഫിഷ്യലി ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇനി വരാനുള്ള ഒരു അപ്കമിങ് മൂവീസ് കാര്യം? എനിക്ക് മലയാളത്തിൽ ഇപ്പോൾ 2 മൂവീസ് റിലീസ് ആവുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രതീക്ഷിച്ച മൂവി എറിക്കുന്ന സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആക്ടർ ശങ്കറുടെ ആർട്ട് സിനിമ. അതിലെൻ്റെ ക്യാരക്ടർ ആർക്ക് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരു പ്ലെയിൻ ക്യാരക്ടർ ആർക്കാണ് കമ്പാരിറ്റീവ്ലി. ഈ സിനിമ മൊത്തം പോകുന്ന എന്നിലൂടെ ആണെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടർ കമ്പാരിറ്റീവ്ലി സ്ക്രീൻ ടൈം കുറവാണ്. അപ്പോൾ ആ എറിക്കിൽ എൻ്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. ലൈക്ക് ഞാൻ അതിനകത്ത് ഒരുപാട് ഷെയ്ഡ്സ് എനിക്കുണ്ട്. ലൈക്ക് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ ഷെയ്ഡ്സും കവർ ചെയ്ത് പോകുന്ന ക്യാരക്ടറാണ്. ഒരുപാട് ഡിഫറെൻറ്റ് ഇമോഷൻസ് ക്യാരി ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ ഹോപ്പ്ഫുള്ള സിനിമയാണ്. അതിനോട് തമിഴ് എനിക്ക് 2 മൂവീസ് റിലീസ് ആവുന്നുണ്ട്. അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ ഹീറോ ചെയ്യുന്ന സിനിമയാണ്. അതും നല്ലൊരു സിനിമയാണ്. 2 സിനിമകൾ തമിഴ് റിലീസ് ആവുന്നുണ്ട്. ഇതൊക്കെ വളരെ ഹോപ്പ്ഫുള്ളാണ്. സാറിന് ഇനി വരുന്ന ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഏത് രീതിയിലുള്ള സ്റ്റോറി തിരഞ്ഞെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ക്യാരക്ടർ ഇന്നത് ചെയ്യണം? എനിക്ക് ബേസിക്കലി ഇപ്പോൾ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊന്നും മിക്കവരും കണ്ടിട്ടില്ല എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമാണ്. ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പല സിനിമകളും, പക്ഷെ അതൊന്നും ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ആക്ച്വലി ചെയ്യാൻ ആഗ്രഹമുള്ളത് എൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട് ആക്ച്വലി. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതാണ് ആക്ച്വലി. ഗ്രേ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഗ്രേ ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് വരണം ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സിനിമകൾ ഇപ്പോൾ കുട്ടിയുടെ പറയുന്നു സിനിമകൾ നമ്മളിലേക്ക് വരണം. അപ്പോൾ ചില ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തണം. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം.
അപ്പോൾ അങ്ങനത്തെ എനിക്ക് എൻ്റെ ആഗ്രഹം ഒരു ഗ്രേ ഷെയ്ഡ്സ് ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റണം. കാരണം പോസിറ്റീവ് ചെയ്യാൻ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്കൊന്ന് കുറച്ചുകൂടെ അത് കണ്ടു നോക്കരുത് എൻ്റെ ആ ഒരു വേർഷൻ. അപ്പോൾ ഇതെനിക്ക് ആൾക്കാരെ കാണിക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം അതാണ്. ഞങ്ങൾക്ക് പറയുന്ന കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് സാറിന് അങ്ങനെ ഒരു ഫേസിൽ കാണണം. ചിലപ്പോൾ പ്രേക്ഷകർ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞു ഇറക്കി വന്ന സിനിമയ്ക്കകത്ത് എൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് കുറച്ചൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അത് അത്യാവശ്യം എനിക്കൊന്ന് പ്രിവ്യൂ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരും കുറേ പേരെ വിളിച്ച് പറഞ്ഞു ആ ക്യാരക്ടർ ഭയങ്കര വർക്കായിട്ട് നന്നായിട്ടെന്നൊക്കെ. അപ്പോൾ അത് ഇറങ്ങാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അത് ഇറങ്ങിയിട്ട് എനിക്ക് വന്നപ്പോൾ എനിക്ക് വേറെ മൂവി തുടങ്ങാനുണ്ട്. തെലുങ്കിലൊരു വലിയ ബാനറിൽ മൂവി തുടങ്ങാനുണ്ട്. ഒരു മൾട്ടി ലിംഗ്വൽ മൂവിയാണ്. അതിനകത്തും ഒരു ടോട്ടലി ഡിഫറെൻറ്റ് മേക്ക് ഓവറാണ്. ലൈക്ക് ഈ ഒരു കാണുന്ന എന്നിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി കംപ്ലീറ്റ് ഗ്രേ ഷെയ്ഡിൽ പോകുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ചേഞ്ച് ഫോർ മീ. എനിവേ കൺഗ്രാറ്റ്സ് സർ.